2026 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിവാദപരമായ തീരുമാനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതിശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തി ലോകകപ്പ് പോലുള്ള ഒരു വലിയ ടൂർണമെന്റിലെ മത്സരം ബഹിഷ്കരിക്കുന്നത് കായിക രംഗത്തിന് ഒട്ടും ഭൂഷണമല്ലെന്ന് ICC വ്യക്തമാക്കി. ഈ തീരുമാനത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നേരിടേണ്ടി വരുമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ICC നൽകിയിരിക്കുന്നത്. ലോക ക്രിക്കറ്റിന്റെ പൊതുവായ താൽപര്യത്തിന് വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ പാക് ക്രിക്കറ്റിന് നൽകുമെന്ന് ICC പ്രസ്താവനയിലൂടെ ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരത്തിന് PCB തയ്യാറാകണമെന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും അന്താരാഷ്ട്ര കൗൺസിൽ ആവശ്യപ്പെട്ടു. നയപരമായ കാര്യങ്ങളിൽ സർക്കാരുകളുടെ പങ്കിനെ ബഹുമാനിക്കുമ്പോഴും കായിക വിനോദത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടാൻ ICCക്ക് പ്രയാസമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും PCB അധ്യക്ഷൻ മൊഹസിൻ നഖ്വിയും നടത്തിയ ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കാനുള്ള നാടകീയമായ തീരുമാനം പുറത്തുവന്നത്. ബംഗ്ലാദേശിനെ ഒഴിവാക്കി സ്കോട്ട്ലൻഡിനെ ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ ICC നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. ടൂർണമെന്റ് പൂർണ്ണമായി ബഹിഷ്കരിക്കില്ലെന്നും ഫെബ്രുവരി 7-ന് നെതർലാൻഡിനെതിരെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കേവലം കായികപരമായ കാരണം മാത്രമല്ലെന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ നയതന്ത്ര വിള്ളലുകളും ഏഷ്യ കപ്പിലെ സംഘർഷങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. പാകിസ്ഥാന്റെ ഈ പിന്മാറ്റ ഭീഷണി തങ്ങളെ ഒട്ടും ബാധിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ഇന്ത്യൻ ടീം നിശ്ചയിച്ച പ്രകാരം കൊളംബോയിലെത്തി പരിശീലനം തുടങ്ങും. മത്സരത്തിലേക്കുള്ള പതിവ് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ പങ്കെടുക്കുകയും ഫെബ്രുവരി 15-ന് ടീം മൈതാനത്തെത്തുകയും ചെയ്യും. പാകിസ്ഥാൻ ടീം ഗ്രൗണ്ടിലെത്തിയില്ലെങ്കിൽ മാച്ച് റഫറിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഇന്ത്യൻ താരങ്ങൾ മൈതാനത്ത് തുടരും. ഇതോടെ പാകിസ്ഥാന് വാക്ക് ഓവർ ലഭിക്കുകയും ഇന്ത്യക്ക് കളിക്കാതെ തന്നെ 2 പോയിന്റുകൾ നേടാൻ സാധിക്കുകയും ചെയ്യും. ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം കാണാൻ ടിക്കറ്റ് എടുത്തിട്ടും അവധിയെടുത്തും കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് പാകിസ്ഥാൻ ഈ നിലപാട് വലിയ തിരിച്ചടിയാണ്. സാമ്പത്തികമായി നോക്കിയാൽ ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിക്കപ്പെടുന്നത് ICCക്കും പ്രക്ഷേപകർക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകും. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഈ ചിരവീരികളുടെ പോരാട്ടം. ലോകകപ്പിന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർമാരെയും ഡിജിറ്റൽ പാർട്ട്ണർമാരെയും സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന വ്യൂവർഷിപ്പും പരസ്യ വരുമാനം ലഭിക്കുന്നത് ഈ മത്സരത്തിനിടെയാണ്. ഏകദേശം 200 കോടി രൂപ പരസ്യനഷ്ടം ഒരു മത്സരത്തിലൂടെ മാത്രം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. മത്സരം നടന്നില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർ ICCയിൽ നിന്ന് വലിയ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ICCയുടെ സാമ്പത്തിക അടിത്തറയെ പോലും ബാധിച്ചേക്കാം എന്നതിനാലാണ് പാകിസ്ഥാനെതിരെ കർശന നടപടിക്ക് അവർ തയ്യാറെടുക്കുന്നത്. ICCയുടെ അച്ചടക്ക നടപടികൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തകർക്കാൻ ശേഷിയുള്ളതായിരിക്കും. ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ പൂർണ്ണമായി വിലക്കുന്നതും ഭാവിയിൽ ഉണ്ടാകുന്ന ICC ടൂർണമെന്റുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതും പരിഗണനയിലുണ്ട്. ഇതിനെല്ലാം പുറമെ PCBക്ക് ലഭിക്കേണ്ട 316 കോടിയോളം രൂപയുടെ സാമ്പത്തിക വിഹിതം തടഞ്ഞുവെക്കാനും ICC തീരുമാനിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാക് ക്രിക്കറ്റിന് ഇത്രയും വലിയൊരു തുക നഷ്ടമാകുന്നത് താങ്ങാനാകില്ല. കുറ്റമറ്റ രീതിയിൽ ലോകകപ്പ് പൂർത്തിയാക്കുക എന്നത് എല്ലാ അംഗരാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമാണെന്നും അതിൽ നിന്ന് പിന്തിരിയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ICC ഓർമ്മിപ്പിക്കുന്നു. കൊളംബോയിൽ ഫെബ്രുവരി 15-ന് നടക്കേണ്ട മത്സരത്തിൽ പാകിസ്ഥാൻ പന്തെറിയാൻ എത്തിയില്ലെങ്കിൽ അത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി മാറും. ICCയുടെ ശക്തമായ സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഭീഷണികൾക്കും മുന്നിൽ പാകിസ്ഥാൻ ഒടുവിൽ വഴങ്ങുമോ എന്നാണ് കായിക ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.